വീടിന്റെ സ്റ്റെയർ കേസ് ഏരിയ, അതുപോലെ കോറിഡോർ, വരാന്ത, ഇവിടെ എല്ലാം സാധാരണ ഒന്നെങ്കിൽ എം ടി ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഏരിയ ആണെങ്കിൽ ഒരു ഡംപിംഗ് ഏരിയ ആയിട്ട് മാറാറുണ്ട്. പേപ്പർ വെക്കുന്ന ഏരിയ, ഇൻവെർട്ടർ വെക്കുന്ന ഏരിയ, ബാറ്ററി വെക്കുന്ന ഏരിയ, ഇങ്ങനെയെല്ലാം മാറ്റാറുണ്ട്. ഇത്തരം ഏരിയകളെ വളരെ മനോഹരമാക്കി തരുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. സാം പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ്. ഇത് കൊച്ചി കടവന്തറ ജംഗ്ഷൻ അടുത്താണ് ഈ സ്ഥാപനം. വെൽക്കം ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. സാം പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ്, എന്താണ് നിങ്ങളുടെ സർവീസ്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത്? നമ്മള് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗുകളാണ് മൊത്തം വരുന്നത്. ലാൻഡ്സ്കേപ്പിംഗുകൾ ഇൻഡോർ ഔട്ട്ഡോറും ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് പ്ലാന്റർ ബോക്സുകളാണ് വരുന്നത്. അതും കസ്റ്റമൈസ് ചെയ്യാവുന്ന ടൈപ്പുള്ള പ്ലാന്റർ ബോക്സുകളാണ് ചെയ്യുന്നത്. അതും നമുക്ക് ഏത് സൈസിലും എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിൽ ഒന്ന് മെഷർമെന്റ് എടുത്തിട്ട് അവിടുത്തെ എന്താണോ സൈസ് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി തരും. ഏത് ഷേപ്പ് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും. ഏത് കളർ ടോൺ പറഞ്ഞാലും ആ കളർ ടോണിലേക്ക് നമ്മൾ ഈ സാധനത്തിന് ചെയ്തു തരും. അതാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണുള്ളത്. അതായത് നമുക്കിത് സ്റ്റെയർ കേസിന്റെ താഴത്ത് കോർട്ട്യാർഡ് ഏരിയ, ലോബി, പാസിയോ അങ്ങനെയുള്ള ഏത് ഏരിയയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലുള്ള സൈഡ് വർക്ക് മൊത്തം വന്നിരിക്കുന്നത് FRP എന്നുള്ള മെറ്റീരിയലാണ്. ബാക്കി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റോൺ വരുന്നത് നമുക്കൊരു PU ഫോം ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ആ ബുദ്ധ മുഴുവൻ FRP എന്നുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് ഏത് സൈസിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു കോർട്ട്യാർഡിന്റെ എത്ര ലെങ്ത് ആണ്, എത്ര വിഡ്ത് ആണെന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് ഇതിനെല്ലാം ഡിസൈൻ ചെയ്യാം. ഇത് ഇങ്ങനെ പൂപ്പലൊക്കെ വന്നേക്കണത് ആ ഒരു നാച്ചുറാലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണത് അല്ലേ? അതെ അതെ, അതൊരു നമുക്കൊരു ആർട്ടിഫിഷ്യൽ മോസ് ആണ്. അത് നമ്മുടെ കയ്യിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു മോസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് 3-4 ടൈപ്പ് മോസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെയുള്ള ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് കൊള്ളാല്ലേ? ഇത് ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ലേ, പൂപ്പലിന്റെ ഒരു ഫീലിംഗ് കിട്ടാൻ രീതിയിൽ. ഇതാണ് ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ മോസ് എന്ന് പറഞ്ഞത്. ഇതിങ്ങനത്തെ ഒരു 3 കളറുകളോളാണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് സൈസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിലാണ് നമുക്കിത് വരുന്നത്. അത് നമുക്കിത് കട്ട് ചെയ്ത് ഏത് ഷേപ്പിൽ നമുക്കൊരു ടെറേറിയം ചെയ്യാനായിട്ട് അങ്ങനെയുള്ള പല ഓപ്ഷൻസിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ഈ താഴെയെല്ലാം ഇങ്ങനെ ഈ പ്ലാന്റ്സ്, ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ലേ ഇതെല്ലാം? അതെ, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് ഇതൊരു നാച്ചുറൽ പ്ലാന്റ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. നമുക്ക് ഇതിന്റെ താഴത്തെ ഒരു ബുദ്ധയുടെ താഴത്തെ ഒരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫിഷ് പോണ്ട് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ വാട്ടർ ഫീച്ചർ ആണെങ്കിൽ വാട്ടർ ഫീച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അതെ അതെ, ഇപ്പൊ നമ്മൾ ഈ ബുദ്ധയുടെ ബാക്ക് സൈഡിൽ കൂടി ഇതേപോലെയുള്ള വെള്ളം ഒഴുകണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇങ്ങനെ വാട്ടർ ഫീച്ചറൊക്കെ വരുന്ന നേരത്ത് ഒരു ലൈവ് ഫീലിംഗ് ആണ് വീടിന്റെ അകത്തെല്ലാം വരുന്നത്. അതെ അതെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു വെള്ളം വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിങ്ങനെ ഒരു മഴ പെയ്യുന്ന രീതിയിൽ ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേക ഒരു ഇതാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഏറ്റവും ഉപകരിക്കും. ഇത് നമുക്ക് സ്റ്റെയർ കേസിന് താഴെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആർട്ടിഫിഷ്യലിനെ കൊടുക്കാൻ പറ്റിയാണ് നല്ല. അതെ അതെ, ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇത് വരുന്നത്. ഇത് നമുക്കൊരു 1 മീറ്റർ സ്ക്വയറിലാണ് വരുന്നത്. അത് മാത്രമല്ല ഇതിൽ തന്നെ നമുക്കൊരു 10, 20, 25 പാറ്റേണോളം നമ്മളിൽ ഇതുണ്ട്. അതും ഏത് സൈസിൽ പറഞ്ഞാലും നമുക്ക് ഒരു മെയിന്റനൻസ് ഇല്ലാതെ നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ഒരു ഗ്രീനറി ആക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പുള്ള സംഭവമാണ് ഇത്. വെർട്ടിക്കൽ ഗാർഡൻ ആർട്ടിഫിഷ്യൽ ആണിത്. നമുക്ക് എന്തായാലും നാച്ചുറൽ പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പുള്ളതാണ് ഇത് ചെയ്തത്. ഓക്കെ. ഇതെങ്ങനെ നമുക്ക് പൊടിയൊക്കെ നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ വാക്യൂം ചെയ്യണോ? അതിന്റെ ഇത് നമുക്ക് ഒരു വാഷബിൾ ആണ്. ഇത് നമുക്ക് കഴുകാവുന്ന ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഗാർഡൻ ഹൗസ് വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് വാക്കബിൾ ഇങ്ങനെ വലിച്ചു കളയാം. എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കൊള്ളാം. നല്ലൊരു ഫീലാണ് അത്. ഇപ്പൊ ആ ഗ്രീനറി വീടിനകത്ത് വരുമ്പോൾ ഫീല് വേറെയാണ്. അതെ അതെ, അങ്ങനത്തേതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. വീട് മാക്സിമം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ മുകളിലുള്ളതും ഈ നേരത്തെ കാണിച്ച പൂപ്പലിന്റെ ഫീലിംഗ് തന്നെ നമ്മൾ ആവശ്യത്തിന് അത് കട്ട് ചെയ്തെടുത്ത് ചെയ്യുന്നത്. അതെ അതെ, അതും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ മോസ് ആണ്. ആർട്ടിഫിഷ്യൽ മോസ് എന്ന് പറഞ്ഞ സംഗതിയാണത്. അതും ഇതേപോലെ നമുക്ക് ഏത് 3 പാറ്റേണിലാണ് വരുന്നത്. അത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ടെററിയൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പുള്ള മെറ്റീരിയലാണത്. വേറൊരു സ്ഥലത്ത് നമ്മളിത് കണ്ടിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതേപോലെ ടെററിയം ചെയ്യാനായിട്ട്. നമുക്ക് ഈ സ്റ്റെയർ കേസിന് താഴെ മാത്രമല്ല, നമുക്ക് ഈ കൊറിഡോർ അതുപോലെ സിറ്റ് ഔട്ടിൽ അവിടെ എല്ലാം ഇങ്ങനെ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുത്താണല്ലോ ഈ ഒരു പാറ്റേൺ? അതെ, ഇത് നമ്മൾ ഡിസൈൻ ചെയ്താണ്. നമുക്ക് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ ഒരു ലിവിംഗും ഡൈനിങ് തമ്മിലുള്ള പാർട്ടീഷനൊക്കെ നമുക്ക് ഈ ഒരു ഇതുപോലുള്ള കംപ്ലീറ്റ് ഒരു ഗാർഡന്റെ ഒരു ഫീൽ കൊണ്ട് ഒരു മെറ്റൽ ഫ്രെയിം കൊണ്ടിട്ട് അതിനകത്ത് പ്ലാന്റർ ബോക്സ് വെച്ച് ചെയ്യാം. അതിനകത്ത് നാച്ചുറൽ പ്ലാന്റ് വേണമെങ്കിൽ നാച്ചുറൽ പ്ലാന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ കൊടുക്കുക. ഇത് നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്.
ഇവിടെ ആ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റാൻഡാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡാണ് വരുന്നത്. അതും ഇതിന്റെ അത് ഇതേപോലെ പോർട്ടുകൾ, റൗണ്ട് ടൈപ്പ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് കളർ ഓപ്ഷൻസ് വരും, ഏത് കളർ പറഞ്ഞാലും ആ കളറിലേക്ക് ചെയ്യും. ഇത് വേറൊരു ഫീലുള്ള ഒരു പോട്ട്. ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ ചെയ്തേക്കിടക്ക്. അതല്ല, അതെ, നമുക്ക് നമ്മുടെ തോന്നുന്ന ഒരു ഐഡിയയിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതെല്ലാം. ഇതെല്ലാം നമുക്ക് വേറൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് കൊള്ളാലോ. അതായത് വാളിലൊരു ആർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇടയിൽ നാച്ചുറൽ പ്ലാന്റ്സും കൂടി മിക്സ് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ. അത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മരം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ ഇത് പോട്ട് കൊടുത്തിട്ട് ഇതൊരു ആർട്ട് വർക്ക് വരച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നാച്ചുറൽ പ്ലാന്റ് ഇതേപോലെ കയറ്റി വിടുന്ന രീതിയിലാക്കാം. പല ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അതിന്റെ സ്റ്റമ്പും കാര്യങ്ങളും വരച്ചേക്കണം, ബാക്കി ഇടക്ക് വന്നൊക്കെ പ്ലാന്റ്സ്. നല്ലൊരു ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നേക്കണത്. അതെ, നമുക്കൊരു വലിയൊരു വാളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ശരിക്കും ഒരു മരത്തിന്റെ അകത്ത് നിന്ന് നാച്ചുറൽ പ്ലാന്റ് വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. മണി പ്ലാന്റിന് ഇങ്ങനെ ഒരു പൊസിഷൻ വെച്ചേക്കുന്നത്. അതെ, അതെ, നമുക്കൊരു മുകളിൽ നിന്ന് കുറച്ചുകൂടി വലിയ രീതിയിൽ പ്ലാന്റ് ഒക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇതേപോലെ നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റർ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. അത് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഡൈനിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണുള്ളത്. ഇങ്ങനെ അതെ, ലൈറ്റും പ്ലാന്റ്സും കൂടി മിക്സ് ആയിട്ടുള്ളൊരു. അതെ, അതെ, ഇത് നാച്ചുറൽ പ്ലാന്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഒരു ആർട്ടിഫിഷ്യൽ ബോളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്കുള്ള ഫിലമെന്റ് ടൈപ്പ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വാം ആക്കാം, വൈറ്റ് ആക്കാം, ഏത് കളറിൽ വേണേലും നമുക്ക് ഇതിനെ ആക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഒരു ഡൈനിങ് ടേബിളിന്റെ ലെങ്ത് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ വന്നത്. അതെ, അതെ, ഇങ്ങനെ ചെറിയ പോട്ട്സുകളും കാര്യങ്ങളും നിങ്ങൾ ഇവിടെ സെയിൽ എടുക്കുന്നുണ്ട് അല്ലേ? അതെ, അതെ, നമുക്ക് ചെറിയ ഇതേപോലെയുള്ള പോട്ടുകളുണ്ട്. 4 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെയുള്ള പല പല മോഡലുള്ള പോട്ടുകളുണ്ട്. നമുക്ക് ഇത് FRP പോട്ടുകളും ഉണ്ട്, നമുക്ക് 3D പോട്ടുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതും നമുക്ക് പല പല കളർ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇത് കൊള്ളാല. ഒരു ഹ്യൂമൻ ഫേസിൽ ഇങ്ങനെ ഒരു പ്ലാന്റ്സ് വെക്കുന്ന സീറ്റ്. അതെ, അതെ, ഒരാളുടെ ഫേസ് ഉള്ളതാണ് വരുന്നത്. അത് നമുക്ക് ഇതേപോലെ ഒരു മുടിയുടെയൊക്കെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ ചെയ്ത് നാച്ചുറലും ചെയ്തെടുക്കാൻ പറ്റും. അതെ, അതെ, നാച്ചുറൽ നമുക്ക് ഇത് ആർട്ടിഫിഷ്യലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് നാച്ചുറലിലേക്ക് ഇതിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. കൊള്ളാം. നല്ല ഇങ്ങനെ ഇത് എന്താണ് ഫൈബറിന്റെ ആണ്? ഇതൊരു ടീപ്പോയി ആണ്. നമുക്കിത് നമുക്ക് ബാക്സ് ഇരുന്ന് അങ്ങനെയുള്ള ചെയറുകൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പുള്ളതാണ് നമുക്കിത്. ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഫുൾ പ്ലാന്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ടൊരു ഒരു കേക്ക് സ്റ്റാൻഡ് ആണല്ലോ, പ്ലാന്റ്സ് കൊണ്ടുള്ള ഒരു കേക്ക് സ്റ്റാൻഡ് പോലത്തെ മോഡല്. അതെ, അതെ, ഇതൊരു പുതിയൊരു മോഡലാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ സൈസ് അനുസരിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം. നമുക്കിപ്പോ റൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ക്വയർ ആക്കാം, റെക്ടാംഗിൾ ആക്കാം, ഏത് സൈസിൽ പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയത്. കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. നല്ലൊരു പാറ്റേൺ ആണ്. ഇത് നമുക്ക് മൊത്തം വരുന്ന FRP പോട്ടുകളാണ് ഇതെല്ലാം വരുന്നത്. ഇത് നമുക്ക് സൈസ് ഒരുപാട് സൈസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് അതിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വലിയ ഇത് വയ്ക്കുന്ന ടൈപ്പുള്ള ഫൈക്കസ് പോലെയുള്ള വലിയ പ്ലാന്റ് വയ്ക്കുന്ന ആ ഒരു പ്ലാന്റർ ബോക്സും നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നമ്മൾ പറയുന്നത്. ഏത് സൈസിൽ നമുക്ക് ഏതാണ് ചെടി വെക്കുന്നത് ആ ചെടിക്ക് അനുസരിച്ച് നമ്മുടെ പോട്ടിന്റെ സൈസും ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും അതിന്റെ ടെക്സ്ചറും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ സൈസ് അനുസരിച്ച് അതിന്റെ ചാർജസ് വരുന്നത് അല്ലേ? അതെ, അതെ, സൈസ് അനുസരിച്ചാണ് ഇതിന് ചാർജ് വരുന്നത്. അത് നമുക്ക് ഏത് പ്ലാന്റ് വെക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ പോട്ടിന്റെ സൈസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഏതാണോ പറയുന്നത് ആ സൈസിലേക്ക് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പോട്ട്സ് മാത്രമായിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? അതെ, പോട്ട്സ് മാത്രമായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. പ്ലാന്റ് വേണമെങ്കിൽ പോട്ട് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതുപോലെ പോട്ട്സ് പല ഷേപ്പില്, ഒരു വഞ്ചിയുടെ ഷേപ്പിലാണല്ലോ വന്നേക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണേണോ? അതെ, അതെ, നമുക്ക് ഇതെല്ലാത്തിനും ഡൈകളുണ്ട് എല്ലാത്തിനും. ഇത് നമുക്ക് സൈസ് നമുക്ക് ഏത് പറഞ്ഞാലും ആ സൈസിലേക്ക് കൊണ്ടുവരാം. കളർ ഏത് പറഞ്ഞാലും ആ കളറിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഇതെന്താണ്? ഇത് മെറ്റലില് CNC കട്ട് ചെയ്തേക്കണത്? അതെ, അതെ, ഇത് മെറ്റലില് CNC കട്ടിംഗ് ആണ്. ഇത് നമുക്കൊരു ബുദ്ധിയുടെ ഒരു ഷേപ്പിൽ ചെയ്തിരിക്കുന്നതാണത്. അത് നമുക്ക് ഇതിനകത്തൊരു വാട്ടർഫോളും കൂടി ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ. ഇത് വാട്ടർ ഫീച്ചർ ഇതിന്റെ താഴെ ഇവിടെ നിന്ന് വരും അല്ലെ? അതെ, അതെ, വാട്ടർ ഫീച്ചർ അതിന്റെ അകത്ത് താഴത്തുനിന്ന് വരും. അപ്പൊ ഇതും നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്രണ്ടിൽ ഒരു ബുദ്ധ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. താഴെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അതെ, റീസൈക്ലിംഗ് ആണല്ലോ താഴേക്ക്. വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഇതിനകത്തൊരു പ്ലംബിംഗ് ലൈനോ കാര്യങ്ങളൊന്നും വേണ്ട. സബ്മേഴ്സിബിൾ പമ്പാണ് വരുന്നത്. ഈ വെള്ളം തന്നെ മുകളിൽ പോയി തിരിച്ചു വരും. നന്നായിട്ടുണ്ട്. നല്ലൊരു ഫീലാണ്. ആ സ്റ്റെയർ കേസിന് താഴെ ഇവിടെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ.
ആ ശബ്ദം തന്നെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുമ്പോ. അതെ അതെ, അങ്ങനത്തെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു ടൈപ്പുള്ള ഫൗണ്ടറാണ് നമുക്കൊരു ഇതേപോലെയുള്ള റൗണ്ട് ടൈപ്പ് ഫൗണ്ടർ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഇതിനെങ്ങനെയാണ് അതിന്റെ വിസ്താരം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമെന്നെങ്കിലും ചെയ്യാൻ പറ്റും? അതെ അതെ, നമുക്ക് ഇതിനകത്തേക്ക് സൈസ് അത്ര ഹൈറ്റ് വേണം, 2 ഹൈറ്റ് വരെ നമുക്ക് ഇതിനെ പൊക്കാൻ പറ്റും. ഇതിന് ടയർ കുറച്ചുകൊണ്ട് വലുതാക്കണമെങ്കിൽ വലുതാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ചെയ്യാം. ഇതിന്റെ ചട്ടിയുടെ കളർ നമുക്ക് പറയുന്ന കളറിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. സ്റ്റെയർ കേസിന്റെ താഴെ അതുപോലെ കൊറിഡോർ, സിറ്റ് ഔട്ട്, വരാന്ത, ഇവിടെ എല്ലാം ഇതുപോലെ വാട്ടർ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയാണ്. അതൊരു ലൈവ് വാട്ടറിങ് വന്നുകൊണ്ടിരിക്കുന്നത്, പ്ലാന്റ്സോട് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പല രീതിയിൽ ഓരോ വീടിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മുടെ പാറ്റേൺസ് ഒക്കെ ഇവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സ് വെക്കാം, വെള്ളമില്ലാണ്ട് പ്ലാന്റ്സും വെക്കാവുന്നതാണ്. നല്ലൊരു ടീമാണ് ഇത്തരങ്ങൾ. നല്ല ഭംഗിയാണ്. നാച്ചുറാലിറ്റി എപ്പോഴും ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇത് ആർട്ടിഫിഷ്യലും ചെയ്യുന്നുണ്ട് ഇവർ, നാച്ചുറലായിട്ടും ഇവരത് ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ, കോറിഡോറിൽ, ഇവിടെ എല്ലാം ഒരു റെയിൻ വാട്ടറിൻ്റെ ഒരു പാർട്ടീഷൻ, അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെയർ കേസിൻ്റെ താഴെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ബോക്സസിലാക്കി പ്ലാന്റ്സ് വെക്കാവുന്നതാണ്. ഇത് വരാന്തയിലേക്ക് ഇതുപോലെ ഫൈബറിൻ്റെയും FRPയിലേക്ക് ബോക്സസ്, പ്ലാന്റഡ് ബോക്സുകൾ സെറ്റ് ചെയ്ത്, പ്ലാന്റ്സ് സെറ്റ് ചെയ്ത്, ഇതെല്ലാം ഓരോ വീടിൻ്റെ വലിപ്പം അനുസരിച്ച് ഇവർ തന്നെ വന്നിട്ട് ഒരു ഡിസൈൻ ചെയ്ത് അതിനൊരു പ്രപ്പോസൽ കൊടുക്കാനാണ് ഇവരുടെ രീതി. അപ്പോൾ നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഓഫീസിൽ ഒരു ഗ്രീനിഷ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാച്ചുറലിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിലും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ ഒരു ഗ്രീൻ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇതിന്റെ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ആ ഒരു സ്റ്റാൻഡിങ്. അതൊരു നല്ലൊരു മോഡലാണ്. ഒരു 3 ലെയറിൽ 2 ലെയറിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇത് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യൽസ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നാച്ചുറൽ ആക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് എത്ര വരാൻ പറ്റുന്നതാണ്. ഇതിന് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഏത് കളർ പറഞ്ഞാലും ആ കളറിലേക്ക് നമുക്ക് ചെയ്ത് അത് നല്ലൊരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ ഒരു ഒറ്റ സ്റ്റമ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നേക്കണം. അതിപ്പോ ഒരു 3 ലെയർ എന്നുള്ളത് 4 5 ലെയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ? അതെ, നമുക്കിതൊരു പാർട്ടിഷൻ വാള് പോലെയൊക്കെ നമുക്ക് ഇതാക്കാം. ഇപ്പൊ ഈ ആ 2 സൈഡിലും കൊടുത്തിരിക്കുന്ന ഒരു 3 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ള് വാള് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3+2 ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ പ്ലാന്റ്സിന്റെ ഒക്കെ നിങ്ങൾ ഇത് നാച്ചുറൽ ആണോ? ഇതെല്ലാം നാച്ചുറൽ പ്ലാന്റ് ആണ്. മുറയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു മണമുള്ള ഒരു പൂവുള്ള ടൈപ്പുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത്. ഇൻഡോർ ആണല്ലേ? ഇല്ല, ഔട്ട്ഡോർ നമുക്ക് വെക്കാവുന്നതാണ്, ഇൻഡോറും വെക്കാവുന്നത്. 2 ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. മെയിന്റനൻസ് പറഞ്ഞ ടൈപ്പുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വരച്ചതും നാച്ചുറലും ആർട്ടിഫിഷ്യലും കൂടി മിക്സ് ആയിട്ടുള്ള. അതിനുള്ളിൽ നമ്മൾ മൊത്തം നാച്ചുറലാണ് വെച്ചിരിക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വരച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. നല്ലൊരു ആശയമാണ്. ഇൻഡോർ ഗാർഡൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമന്റും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും